നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും ഇറ ആർട്ടിസാൻ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയുന്ന ബീഫ് റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. അതിനായി 1/2 കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി ഇളക്കുക. അതിനുശേഷം ഒരു കുക്കറിലേക്ക് മാറ്റുക. അതിൽ 40 ml വെള്ളം ഒഴിച്ച് മീഡിയം ഫ്ലെയിമിൽ 4 മുതൽ 5 വിസിൽ വരെ കേൾപ്പിക്കുക. ഈ സമയം 2 മീഡിയം സവാള അരിഞ്ഞത്, 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അല്പം കറിവേപ്പില എന്നിവ എടുക്കുക. നമ്മുടെ ബീഫ് 5 വിസിൽ ആയിട്ടുണ്ട്. അത് വെന്തിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ബീഫ് നല്ലവണ്ണം വെന്തിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വച്ച സവാള ഇടുക. ഒന്ന് വാടി വരുമ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇടുക. ബീഫ് വേവിക്കാൻ വേണ്ടി 1 ടേബിൾ സ്പൂൺ ഉപ്പ് നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട്. അതനുസരിച്ചിട്ട് വേണം രണ്ടാമതായി ഉപ്പിടാൻ. സവാളയുടെ കളർ ഒന്ന് മാറി വരുമ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുക. എന്നിട്ട് നന്നായി ഒന്ന് യോജിപ്പിക്കുക. സവാള ഗോൾഡൻ കളറായി വരുമ്പോൾ 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവയിട്ട് പച്ചമണം മാറുന്നത് വരെ ഇളക്കുക. അതിനുശേഷം കുക്കറിൽ വേവിച്ചു വച്ചിരിക്കുന്ന ബീഫ് പാനിലേക്കിട്ട് നന്നായി യോജിപ്പിക്കുക. മസാല പിടിച്ചു വരുന്നത് വരെ 1-2 മിനിറ്റ് ഇളക്കുക. ബീഫ് ഒന്ന് നിറം മാറി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് ഇളക്കുക. കുരുമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ബീഫ് നന്നായി ഇളക്കുക. ഒന്ന് കളർ മാറി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുക. തീ ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. ബീഫ് റോസ്റ്റ് തയ്യാറായിട്ടുണ്ട്. 10 മുതൽ 15 മിനിറ്റിന് ശേഷം ഒരു സർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. ആവശ്യമെങ്കിൽ കൊറിയാണ്ടർ ലീഫ് ഇട്ട് ഗാർണിഷ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Thank you for watching.